പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ഈ സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. പലരും പറയും ബെസ്റ്റ് ക്വാളിറ്റി ചീപ്പ് റേറ്റ്. ഇതൊരിക്കലും മാച്ച് ആവില്ല. നമുക്കൊരു പ്രോഡക്റ്റിന് അതിന് സെർട്ടൺ ഒരു പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാതെ ഒരു മാനുഫാക്ചറും ആ പ്രോഡക്റ്റ് നൽകില്ല. നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഉദാഹരണം ഉണ്ടായി, നമുക്ക് ആക്ച്വലി ആ പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽ കോസ്റ്റിനേക്കാൾ താഴെ തന്നെ ഒരു ടീം നമ്മുടെ കോമ്പറ്റീറ്റർ കൊടുക്കാന്ന് പറഞ്ഞില്ല. ഓഫ് കോഴ്സ് അവിടെ നമ്മൾ ഈ പറഞ്ഞ ടാറ്റ ഷീറ്റ് അല്ലാന്ന് നമുക്ക് വ്യക്തമാണ്. രണ്ടാമത്തേത് ട്രാൻസ്പെറൻസിയാണ്. ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ ക്വാളിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി എന്താണോ ഓഫർ ചെയ്യുന്നത് അതെല്ലാം ഇതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് ഉറപ്പ് വരുത്തണം. KVHനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെ ഫാക്ടറി കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഒരു കസ്റ്റമറിന് പ്രൊഡക്ഷൻ പ്രോസസ്സും അതിന്റെ റോ മെറ്റീരിയൽസും അതിന്റെ ഇൻസ്റ്റാളേഷൻ രീതികളും അസംബ്ലിംഗ് രീതികളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി, അത് ആക്ച്വലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ടീമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കമ്പനിക്ക് അതിലുള്ള കപ്പാസിറ്റി ഉണ്ടോ, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണ് എന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങി പിന്നീട് നമുക്ക് എന്തിനും ഇഷ്യൂ വന്നാല് അത് വിളിച്ചൊരു ആൻസർ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു സാധനം വേറെ എന്തോ രീതിയിലേക്കായി മാറുന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത് ശരിക്കും പെയിൻഫുൾ ആണല്ലോ. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രത്യേകിച്ചും സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് നോക്കിയിട്ടുള്ളത്.